കോയി മുല്ല മുയ്ത്ത കോയി കിലോ 200 രൂപയേ ഉള്ളൂ. വരി 200 രൂപയേ ഉള്ളൂ. താറാകുഞ്ഞുങ്ങളെ, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. എന്റെ കാല് കെട്ടിയിട്ടില്ലേ, നമുക്ക് ഇവിടുന്ന് ഒരിടത്തും പോകാൻ പറ്റില്ല. കോയി അമ്പടെ പുളിസു രാട്ട വരണമെന്നല്ല, പെരുത്ത് കച്ചവടം കിട്ടിയെങ്കിൽ മതിയായിരുന്നു. പഠിച്ചോനി കാതറിന്റെ കട തുറന്നിരിക്കന്നെ, ഞാൻ പോയി കോഴി വാങ്ങിച്ചോണ്ട് വരാം. കാതറേ, കോഴി എടുക്ക്, ഒരു നല്ല വലിയ കോഴി നോക്കിത്താ. ഏത് വേണോ അമ്മ? ചിക്കുണ്ട്, താറാവുണ്ട്, ഏത് വേണോ തരാം. ഈ കോഴി തന്നെ എടുത്തോ, ഉള്ളേലേറ്റവും വലുത് ഇതാ. എടുത്തോ പിടിച്ചോ. പുളിസോ അവക്ക് ഇത്തിരി കുരുപ്പ് കൂടുതലാ. ഓടാതിരുന്നാ മതിയായിരുന്നു. മിണ്ടാതിരി കൊത്തണോ എന്തോ. അയ്യോ ഉടനെ ഒഴി. അയ്യോ എന്റെ മണ്ടേക്കറിയാ. മര്യാദക്ക് താഴെ ഇറങ്ങിക്കോളണം. കാതറിന്റെ സ്വഭാവം മാറ്റിക്കരുത്. പിടിച്ചോ. എന്നെ കയ്യിൽ നീ വിട്ടു പോകൂല. പിടിച്ച് ഈ കാതറിന്റെ കയ്യിൽ നിന്ന് ഒരു കോരി ഇതുവരെയും കാണാതെ പോയിട്ടില്ല. ഇവിടെ പുളുസു കാതറിന്റെ കയ്യിൽ നിന്ന് മുങ്ങാന്ന് വിചാരിച്ചാ? അമ്മ ഞാൻ വെട്ടി നുറുക്കിയപ്പോ തരാം. അവിടെ വലിയ വെയിറ്റ് ആയി. കായല്ലരിക്കത്ത് വെള്ളത്തിൽ വെള്ളത്തില് ചൊന്നരി. ബേജാറാപ്പാതിരിക്കുകയും ചിക്ക ഇപ്പം തരാം. മുറുക്കിയൊക്കെ തീന്ന്. 2 കിലോ തികച്ചുണ്ട് കേട്ടാ. 250 രൂപ വേണം എനിക്ക്. 250 രൂപയെ? ഞാൻ 200 രൂപ അങ്ങ് തരാം. മൊയിലാവൂല, 250 രൂപയും തന്നെ തരണം. നല്ല നാടൻ ചിക്കനാ. ഈ ഏരിയയിൽ ഒന്നും കിട്ടൂല അങ്ങനെ നാടൻ ചിക്കൻ. കൊണ്ടൊന്ന് കൂട്ടാൻ വെച്ച് അങ്ങോട്ട് ബിരിയാണിക്ക് അങ്ങോട്ട് വെച്ചാണി എങ്ങനെ ഇരിക്കൂന്ന് അറിയാവോ? വീട്ടിലോട്ട് വാ, പൈസ തരാം. പിന്നെ ചോറ് കഴിക്കാനും അങ്ങോട്ട് വന്നാ, ബിരിയാണി വെക്കുന്നുണ്ട് നമ്മള്. പിന്നെ പിള്ളേരും മക്കളൊക്കെ വരുന്നുണ്ട്. ശരി, കൊണ്ടൊന്ന് കൂട്ടാൻ വെക്കി, നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി അങ്ങ് എത്താം. അല്ലോ എന്നൊരു ചിക്കൻ ബിരിയാണി കിട്ടുമല്ലോ. വണ്ടി എടുക്ക്, പോവാം നമുക്ക്. ഒരുപാട് താമസിച്ചിന്, എപ്പോഴാ എന്തോ ചിക്കൻ ബിരിയാണി വെക്കണത്. പൊന്നു മക്കളെ, ഒന്ന് അടങ്ങിയിരിക്കും, അമ്മമ്മ ഇപ്പൊ വെച്ച് തരാം. സാധനങ്ങൾ ഇപ്പൊ കിട്ടിയതല്ലേ ഉള്ളു, ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ എല്ലാം പെട്ടെന്ന് അരിഞ്ഞു പെറുക്കി തരാം. അമ്മ ബിരിയാണി വെക്ക്. അമ്മ ബിരിയാണി വെച്ചാലേ ടേസ്റ്റ് ഉള്ളൂ. ചിക്കൻ ഫ്രൈയും വേണം കേട്ടോ അമ്മേ. എനിക്ക് ബിരിയാണി ചിക്കൻ ഫ്രൈ എല്ലാം വേണം. ഇതെന്തോന്നൊരു സാധനം അമ്മേ? ഇതെന്തുവാ? ഉണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്. ഇതെല്ലാം അമ്മ കട്ട് ചെയ്യാൻ പോവാ. നിങ്ങൾ അങ്ങോട്ട് നീങ്ങിയിരുന്ന ഇതൊക്കെ കണ്ണ് നീറും. ഇതേ പിള്ളേർ നിന്ന് കൊഞ്ചിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്നൊന്ന് അരിഞ്ഞു പറക്കി തന്നേ. ദേ ഞാൻ കല അടുപ്പി വയ്ക്കാൻ പോവാ. ചട്ടി അടുപ്പി വെച്ച് പെട്ടെന്ന് സാധനങ്ങളോട്ട് അരിഞ്ഞതാ. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ദൈവമേ, ഇനി എപ്പോഴാ ഒന്ന് വേവിച്ച് എടുക്കുന്നേ. എന്റെ മോള് സുശീല ഇപ്പൊ ഇങ്ങ് വെത്തും. ദൈവമേ, ഈ പിള്ളേരെ കൊണ്ട് തോറ്റ്. പറഞ്ഞു തരാം. നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്ന നേരം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഓക്കേ, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിനൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൈയൊന്നും പൊള്ളാതെ വേണം എടുക്കാൻ. നിങ്ങൾ അങ്ങോട്ട് നീങ്ങി, അമ്മൂമ്മ ഇതെല്ലാം ചെയ്യാം.
ചിക്കൻ കൊലത്താ അമ്മമ്മ, തിന്നാൻ കൊതിയാവണം അമ്മമ്മ. പിള്ളേരെ ഒന്ന് ചുമ്മാ ഇരിക്കേ, ബിരിയാണി വെച്ചിട്ട് അമ്മമ്മ എല്ലാവർക്കും ബിരിയാണി വിളമ്പി തരാം. ചിക്കൻ ഒന്ന് വേഗം ആവട്ടെ അമ്മമ്മ, എനിക്ക് കൊതിയാവണം, എന്റെ വായിന്ന് വെള്ളം ഊറി വയ്യ. എന്റെ അമ്മ എപ്പ റെഡിയാവും അമ്മമ്മേ? മക്കളെ ഒന്ന് അടങ്ങിയിരിക്കും, ഇപ്പൊ റെഡിയാവും. നിങ്ങൾക്ക് ബിരിയാണി വെച്ച് തന്നാ പോരെ അമ്മമ്മ? ബഹളം വെക്കാതെ അമ്മമ്മ ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരു കുഞ്ഞു പ്ലേറ്റിലിട്ട് ചോറ് തരും. രണ്ടുപേരും അടി ഉണ്ടാക്കാതിരുന്ന് കഴിക്കണം. ബാക്കി ചോറ് നമുക്ക് സുശീലാൻറ്റി വന്നിട്ട് നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം കേട്ടാ. അടി ഉണ്ടാക്കാതിരുന്ന് കഴിക്കണം. അമ്മമ്മേ എന്ത് ടേസ്റ്റ് അമ്മമ്മേ. അമ്മമ്മേ കുറച്ചുകൂടെ താ അമ്മമ്മേ. ഇത് കുറച്ചുകൂടെ ഇടാ അമ്മമ്മേ.